എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തേർഡ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ സ്പെഷ്യൽ വീഡിയോ സീരീസ് MAT 201 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യാർഹമായ ചോദ്യങ്ങളുടെ കളക്ഷനിലൂടെ എസ്എ ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ്. 15 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പൂർത്തീകരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. 3 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ z² + 1/z² - 1 dz where c is the circle of unit radius. യൂണിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേഡിയസ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്, അല്ലേ? വിത്ത് സെൻറ്റർ ഇസഡ് ഇസ് ഈക്വൽ ടു 1ലാണ് അതിൻ്റെ സെൻറ്റർ വരിക എന്ന് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചിരിക്കണേ. ഇസഡ് ഇസ് ഈക്വൽ ടു 1ൽ സെൻറ്റർ വരുന്ന യൂണിറ്റ് സർക്കിൾ. അപ്പോൾ അതിനു മുമ്പേ അവർ പറയുന്നുണ്ട്, ചിത്രം വരയ്ക്കുന്നതിന് മുമ്പേ എന്ത് വെച്ച് ചെയ്യാനാണ് പറയുന്നത്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് ചെയ്യാനാണ് പറയുന്നത്. CIF വെച്ച് ചെയ്യാനാണ് പറയുന്നത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം. പിന്നെ CRT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കോഷീസ് റെസിഡ്യൂ തിയറം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിക്കണം. അവരെടുത്ത് പറയും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഷീസ് റെസിഡ്യൂ തിയറം വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചും ചെയ്യാം. അത് ക്വസ്റ്റ്യനകത്ത് അവർ എടുത്തു പറയും. CRT ഉപയോഗിക്കണോ CIF ഉപയോഗിക്കണോ എന്നുള്ളത് എടുത്തു പറയും. ഓക്കെ, ഇവരവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ C f of z divided by z minus a dz is equal to 2 pi I into f of a. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ വേർ എ ലൈസ് ഇൻസൈഡ് സി ആയിരിക്കണം. ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിലേ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എ ലൈസ് എന്താണ്? ഇൻസൈഡ് സി. സിക്കുള്ളിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്? എ ഉണ്ടാവേണ്ടത്. ഓക്കെ ആണല്ലോ? ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 pi I into f of a where a lies inside c. ഇനി ഒരു ഫോർമുലയും കൂടെ പഠിക്കാനുണ്ട്. ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എയുടെ പവർ കൂടുതലാണെങ്കിൽ, ഇസഡ് മൈനസ് എ റൈസ് ടു n+1 എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് 2 pi I divided by n ഫാക്ടോറിയൽ എന്ന് വരും. അതിനോടൊപ്പം തന്നെ എഫ് റൈസ് ടു n ഓഫ് എ എന്നാണ് വരിക. എഫ് റൈസ് ടു ഇവിടെ n ഉദ്ദേശിക്കുന്നത് F2 ആണെന്ന് N2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ f² എടുക്കാൻ നല്ല ഉദ്ദേശിക്കുന്നത് എഫിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ n കാണിക്കുന്ന ഡെറിവേറ്റീവിനെയാണ് കേട്ടോ. n കാണിക്കുന്ന എന്തിനെയാണ്? ഡെറിവേറ്റീവിനെയാണ്. അതൊരിക്കലും മാറിപ്പോരുത്. ഓക്കെ, അതായത് ഇപ്പോൾ n1 ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം, f ഡാഷ്. n1 ആണെങ്കിൽ നമ്മൾ f ഡാഷ് എന്ന് എഴുതണ്ടേ. ഇപ്പോൾ n2 ആണെങ്കിൽ നമ്മൾ f ഡബിൾ ഡാഷ് എന്ന് എഴുതണ്ടേ. ഓക്കെ, n3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ f ട്രിപ്പിൾ ഡാഷ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത് ഈ ഒരു ഫോർമുലയും പഠിച്ചു വയ്ക്കുക. അതായത് എന്നിൻ്റെ ഇസഡ് മൈനസ് എയുടെ പവർ 1 ആണെങ്കിൽ നമ്മൾ ഈ ബേസിക് ഫോർമുലയാണ് ഉപയോഗിക്കുക. ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ 7 മാർക്കിന് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇസഡ് മൈനസ് എയുടെ പവർ 1 ആയിരിക്കില്ല, പവർ കൂടുതലായിരിക്കും. പവർ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ടാമത് ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ചെയ്യുന്നുണ്ടാവുക. ഇവിടെയും കണ്ടീഷൻ എന്ത് തന്നെയാണ്? എ ലൈസ് എന്തായിരിക്കണം? രണ്ടാമത്തെ ഫോർമുല ആണെങ്കിലും എ ലൈസ് ഇൻസൈഡ് സി ആയിരിക്കണം. എ എന്ന് പറയുന്ന പോയിന്റ് എവിടെ ആയിരിക്കണം? സിക്ക് ഉള്ളിലായിരിക്കണം. ആ സി എന്ന് പറയുന്നതാണ് റീജിയൻ ക്വസ്റ്റിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഇവർ പറഞ്ഞേക്കുന്നത് നോക്കാം. നമ്മുടെ റീജിയൻ എന്താണ്? നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. ഓക്കെ, നമുക്കറിയാം ഇസഡ് എന്ന് പറഞ്ഞാൽ x+iy ആണ്. അതായത് x+iy ഇസ് ഈക്വൽ ടു 1. അതായത് x ഈക്വൽ ടു 1 കിട്ടും, +0i എന്ന് എഴുതിയാൽ y ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് x,y എന്ന് പറഞ്ഞാൽ 1,0. അപ്പോൾ 1,0യിൽ സെൻറ്റർ ഉള്ള ഒരു സർക്കിൾ, ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വരയ്ക്കുന്നുണ്ട്. 1,0യിൽ സെൻറ്റർ ആയിട്ട് വരുന്ന സർക്കിൾ ഇവിടെ 1,0 ആയിട്ട് എടുക്കാം. ആൻഡ് യൂണിറ്റ് റേഡിയസിൻ്റെ താഴെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് റേഡിയസ് 1 ആണ്. ഇപ്പോൾ റേഡിയസ് 1 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 യൂണിറ്റ് വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1 യൂണിറ്റ്, അതായത് 2 കടന്നു പോകും.
എന്നിട്ട് ഒരു സർക്കിൾ അങ്ങ് വരച്ചാൽ മതി. റേഡിയസ് 1 വരുന്ന രീതിയിൽ ഒരു സർക്കിൾ. ഓക്കെ, ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന ഒരു സർക്കിളായിരിക്കും. ഇവിടെ മുകളിൽ അത് 1-ലായിരിക്കും ടച്ച് ചെയ്യുക. താഴെ വരുന്ന ഈ പോയിന്റ് -1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയനിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഈ എ ലൈ ചെയ്യുന്നത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ചോദ്യം ഇതാണ്: ഇൻ്റഗ്രൽ z² + 1 ഡിവൈഡഡ് ബൈ z² - 1 dz. ഇതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ചെയ്യേണ്ടത് ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന പോയിന്റിനെയാണ് സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് മാർഗമുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. സിംഗുലാർ പോയിന്റ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ സിംഗുലാർ പോയിന്റ് എന്ന് മൊത്തത്തിൽ അങ്ങ് എഴുതും. പിന്നെയുള്ള ക്വസ്റ്റ്യന് ഞാൻ SP എന്ന് എഴുതത്തുള്ളൂ. SP എന്ന് പറഞ്ഞാൽ സിംഗുലാർ പോയിന്റ്. സിംഗുലാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 0 ഇക്വേറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ ആരാണ്? z² - 1, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സിംഗുലാർ പോയിന്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക, അല്ലേ? അപ്പോൾ ഇവിടുന്ന് z² = 1 എന്ന് കിട്ടും, z = √1 കിട്ടും. ദാറ്റ് ഈസ് +or -1. അതായത് 1 ഉണ്ട് -1 ഉണ്ട്. ശരിയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇൻസൈഡ് വരുന്നത് എന്താണ് നോക്കുക. z = 1 ഉണ്ട്, z = -1. ഇങ്ങനെ രണ്ട് ഉത്തരങ്ങളാണ് എനിക്ക് സിംഗുലാർ പോയിന്റ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ z = 1 തീർച്ചയായിട്ടും ഇൻസൈഡ് ആണ്. ഞാൻ അതാണ് ഇവിടെ ഇൻഡു മാർക്ക് ഇട്ട് കാണിച്ചേക്കുന്നത്. -1 എന്നുള്ളത് പുറത്താണ്, ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റീജിയൻ ഇവിടെയാണ് -1 വരിക, ഇവിടെയാണ് 1 വരിക. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം z = 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. അപ്പോൾ ഈ 1 ഇപ്പുറം എടുത്ത z - 1 എന്നുള്ള ഫാക്ടർ എവിടെ ആയിരിക്കും? ഇത് ഇൻസൈഡ് വരുന്ന ഫാക്ടർ ആയിരിക്കും, അല്ലേ? ഈ -1 ഇപ്പുറം എടുത്താൽ z + 1 എന്ന് പറയുന്ന ഫാക്ടർ, ആ ഫാക്ടർ എവിടെ ആയിരിക്കും? ഔട്ട്സൈഡ് നിൽക്കുന്ന ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇത് ഔട്ട്സൈഡ് വരുന്ന പോയിന്റ്. z = -1 ഔട്ട്സൈഡ്, z = 1 എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻസൈഡ്. എപ്പോഴും ആലോചിക്കുക, ആ ഫോർമുലയുടെ ഡിനോമിനേറ്ററിൽ വരുന്ന ആള് ഈ z - a എന്ന് പറയുന്ന സാധനം, ആ a എന്തായിരിക്കണം? ഇൻസൈഡ് ആയിരിക്കണം. ഫോർമുലയുടെ ഡിനോമിനേറ്ററിൽ വരുന്ന z - a ടേം എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡ് വരുന്ന സാധനം ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഞാൻ ഒന്ന് ബോക്സ് വരച്ച് കാണിക്കാം. ഈ z - 1 എന്ന് പറയുന്ന സാധനം ഇൻസൈഡ്. അപ്പോൾ എനിക്ക് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററി വേണ്ടതാരാ? ഈ z - 1-നെ എനിക്ക് ഡിനോമിനേറ്ററി വേണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാം. 3 മാർക്ക് ആയതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് പറഞ്ഞുതരാവേ, നോക്കിയോണേ, ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യരുത് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ. പാർഷ്യൽ ഫ്രാക്ഷൻ പ്രധാനമായിട്ടും CIF-ലാണ്, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നില്ല. CRT-ലാണ്, കോഷീസ് റെസിഡ്യൂ തിയറത്തിൽ എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഫാക്ടറൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളെ അവർ ചോദിക്കത്തുള്ളൂ. നോക്കിയോ, നമ്മുടെ ചോദ്യം ഇതാണ്: ഇൻ്റഗ്രൽ z² + 1 ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റർ നോക്കിയേ, z² - 1, അല്ലേ? z² - 1 dz, ഇങ്ങനെ വന്നേക്കുന്നത്. ഇപ്പോൾ ഡിനോമിനേറ്റർ നോക്കുകയാണെങ്കിൽ ഈ 1-നെ വേണമെങ്കിൽ എനിക്ക് 1² എന്ന് എഴുതാം. അപ്പോൾ ഒരു a² - b² ഫോർമാറ്റ് ആണ്. അതെന്താണെന്ന് അറിയാം? a + b × a - b ആണെന്ന് എനിക്കറിയാം, ശരിയല്ലേ? സോ ഇൻ്റഗ്രൽ z² + 1 ഡിവൈഡഡ് ബൈ, അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്, z + 1 × z - 1 ഫോർമാറ്റ് ആണ്. അത്രയും എന്ത് വരും? dz. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിനകത്ത് ആരാ ഇൻസൈഡ് വരുന്നത്, ആരാ ഔട്ട്സൈഡ് വരുന്നതെന്ന് അറിയാം. z - 1 എന്ന് പറഞ്ഞ സാധനം ഇൻസൈഡ് ആണ്, അല്ലേ? z - 1 എന്ന് പറഞ്ഞ ഫാക്ടർ, ഈ ഫാക്ടർ ഇൻസൈഡ് ആണ്. ഈ ഫാക്ടർ എന്താണ്? ഔട്ട്സൈഡ് വരുന്ന ഫാക്ടറാണ്. എനിക്ക് ഇൻസൈഡ് മാത്രം മതി ഡിനോമിനേറ്ററിൽ, ശരിയാണല്ലോ? ഇൻസൈഡ് വരുന്ന ഫാക്ടർ മാത്രം മതി ഡിനോമിനേറ്ററിൽ. ഔട്ട്സൈഡ് ഫാക്ടറിനെ ഞാൻ ന്യൂമറേറ്ററിൻ്റെ കൂടെ വിടും. ഓക്കെ, ഔട്ട്സൈഡ് വരുന്ന ഫാക്ടറിനെ ഞാൻ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിൻ്റെ കൂടെ വിടും. നോക്കിക്കേ, സോ ഇൻ്റഗ്രൽ z² + 1 ബൈ, ഔട്ട്സൈഡ് വരുന്ന ഫാക്ടർ z + 1 ആണ്, അത് ന്യൂമറേറ്ററിൻ്റെ കൂടെ ആക്കി, എന്നിട്ട് അത് ഒറ്റ ബ്രാക്കറ്റിനകത്ത് ഞാൻ ഇട്ടു. താഴെ എന്ത് ചെയ്യുന്നു? z - 1 എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നു. ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം നിങ്ങൾ. ഓക്കെ, നമുക്കറിയാം a/b² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ a/bc ആണ്, ശരിയല്ലേ? അപ്പോൾ അത് പ്രകാരം നമുക്ക് തിരിച്ച് ഇത് തന്നെ കിട്ടും. അപ്പം a/bc-നെ എനിക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നിൽ a/b/c എന്ന് എഴുതാം, അല്ലെങ്കിൽ a/c/b എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇത് z² + 1 ജസ്റ്റ് a ആയിട്ടും z + 1 b ആയിട്ടും z - 1 c ആയിട്ട് സങ്കല്പിച്ചോ. അപ്പോൾ a/bc ആയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു.
എ ബൈ ബി ബൈ സി എന്ന് എഴുതാം. ശരിയല്ലേ? എ ബൈ ബി എന്ന് പറഞ്ഞാൽ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസഡ് പ്ലസ് 1 ബൈ ഇസഡ് മൈനസ് 1. അപ്പോൾ ആരെ താഴെ നിർത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇൻസൈഡ് വരുന്ന ഫാക്ടറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? താഴെ നിർത്തണം. ശരിയല്ലേ? ഇൻസൈഡ് വരുന്ന ഫാക്ടർ തന്നെ നമ്മൾ താഴെ നിർത്തണം. എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ആ ഫോർമുല ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. ആ ഫോർമുല നോക്കിയേ. ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ വേർ എ ലൈസ് ഇൻസൈഡ് സി. എവിടെ തന്നെ വരണം? ഇൻസൈഡ് സിയിൽ തന്നെ എ വരണം. ഇനി നിങ്ങൾ നോക്കാം. സോ നൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. അക്കോർഡിംഗ് ടു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഇതിൻ്റെ ആൻസർ എന്താണ്? 2πi ഇൻറ്റു എഫ് ഓഫ് എ. എയുടെ പ്ലേസിൽ ഇവിടെ 1 ആണ് അല്ലേ? അപ്പോൾ 2πi ഇൻറ്റു എഫ് ഓഫ് 1 ഇതാണ് ആൻസർ വരേണ്ടത്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഇസഡ് നമ്മുടെ കയ്യിലുണ്ട്. കമ്പയർ ചെയ്ത എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ നിൽക്കുന്ന ആളാണ്. ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസഡ് പ്ലസ് 1 ആണ് എഫ് ഓഫ് ഇസഡ്. അപ്പോൾ എഫ് ഓഫ് 1 എന്തോ വരുന്നത്? ഇസഡിന് 1 കൊടുത്താൽ മതി. 1 സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് 1 അല്ലേ? അതായത് 2/2. 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ 2πi ഇൻറ്റു എഫ് ഓഫ് 1ന് പകരം ഞാൻ എന്ത് കൊടുക്കും? 1 കൊടുക്കും. 2πi ഇൻറ്റു 1 എന്ന് പറഞ്ഞ ആൻസർ എന്തായി? 2πi. സോ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻ്റഗ്രൽ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi. അത് ഫൈനലി ഒന്ന് എടുത്ത് എഴുതുന്നത് നല്ലതാണ്. നമ്മുടെ ചോദ്യം ഈക്വൽ ടു ഉത്തരം എന്നുള്ള രീതിയിൽ ഇൻ്റഗ്രൽ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 1 ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi എന്നാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രെഡിക്റ്റബിൾ ലിസ്റ്റിൽ നമ്മൾ പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. CIF-ഉം CRT-യും ഉറപ്പാണ്. ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. എന്തായാലും നിങ്ങളത് എക്സാമിന് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചോണേ. ഇക്വേഷന് മാർക്കുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. പവർ 1 ആയതുകൊണ്ട് ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ വേർ എ ലൈസ് ഇൻസൈഡ് സി. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 17ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് എബൌട്ട് ദ പോയിന്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് ചോദ്യം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് നോട്ടിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ സീരീസ് പോകേണ്ടത് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിൻ്റെ പവറിലായിരിക്കണം. പവർ ഓഫ് ഇസഡ് മൈനസ് ഇസഡ് നോട്ടിലായിരിക്കണം ആ സീരീസ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ അവർ പറയുന്നത് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് മൈനസ് 1ൻ്റെ പവറിലായിരിക്കണം ഞാൻ ആ സീരീസ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാം നോക്കാം. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ ഇസഡ് ആണ്. ഓക്കെ, എനിക്കൊരു ഇസഡ് മൈനസ് 1 വേണം. ഞാനത് കയ്യിൽ നിന്നിട്ട് കൊടുത്തു. ചുമ്മാ ഒരു -1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരു +1 കൊടുത്തു. ഓക്കെ, ഇനി എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീരീസ് എക്സ്പാൻഷൻസ് പഠിക്കുന്നത് ഇങ്ങനെയാണ്. 1 പ്ലസ് എക്സ് റൈസ് ടു -1 ആണെങ്കിൽ അത് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. 1 മൈനസ് എക്സ് റൈസ് ടു -1 ആണെങ്കിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി 1 പ്ലസ് എക്സ് റൈസ് ടു -2 ആണെങ്കിൽ 1 മൈനസ് 2x പ്ലസ് 3x സ്ക്വയർ മൈനസ് എക്സെട്ര. 1 മൈനസ് എക്സ് റൈസ് ടു -2 ആണെങ്കിൽ 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ രീതിയിലാണ് ഇത്. ഇത്രയും ബേസിക്കലി ഇത്രയും 4 നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് എക്സ്പാൻഷൻസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് സംഭവം ഒരു 1 പ്ലസിലേക്കോ അല്ലെങ്കിൽ 1 മൈനസിലേക്കോ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു +1 അവസാനമുണ്ട്. ഞാൻ അത് ആദ്യം എഴുതും. 1 പ്ലസ് ഇസഡ് മൈനസ് 1 എന്ന് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതും. ഓക്കെ, +1 -1 ക്യാൻസൽ ആയാൽ തിരിച്ച് നമുക്ക് ഇസഡ് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഹോൾ റൈസ് ടു -1ലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? എനിക്കറിയാം 1 ബൈ എക്സിനെ വേണമെങ്കിൽ എക്സ് റൈസ് ടു -1 എന്ന് എഴുതാം. അപ്പോൾ അത് പ്രകാരം 1 പ്ലസ് ഇസഡ് മൈനസ് 1 ഹോൾ റൈസ് ടു -1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. 1 പ്ലസ് എക്സ് റൈസ് ടു -1 എന്ന് പറയുന്ന 1 മൈനസ് എക്സിൻ്റെ പ്ലേസിൽ ഇസഡ് മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ ഇസഡ് മൈനസ് 1ൻ്റെ സ്ക്വയർ മൈനസ് എക്സ് ക്യൂബിൻ്റെ പ്ലേസിൽ ഇസഡ് മൈനസ് 1ൻ്റെ ക്യൂബ് പ്ലസ് എക്സെട്ര.
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ എഫ് ഓഫ് ഇസഡിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് ദ പോയിന്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അല്ലേ. ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണിത്. സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യേണ്ട. എക്സാമിന് 3 മാർക്കിന് ചോദിക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതിയാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. യെസ്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. എക്സാമിന് അവർ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടൈലർ സീരീസും മക്ലോറിൻ സീരീസും ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അവിടെ നിന്ന് എന്തായാലും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടാവും, ഇതേപോലെ 3 മാർക്ക് സെക്ഷനിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കിയോളൂ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് 3z dz along the circle mod z is equal to 2 from 20 to 02. ഇത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ചോദ്യമാണ്. ഇത് എന്തിലേക്ക് വരുന്നില്ല, CRTയിലേക്കോ CIFയിലേക്കോ ഒന്നും വരുന്നൊരു ചോദ്യമല്ല ഇത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ആണെങ്കിലും റെസിഡ്യൂ തിയറം ഒക്കെ ആണെങ്കിലും നമുക്ക് 4th മൊഡ്യൂൾ ഒബ്വിയസ്ലി ഇൻ്റഗ്രൽ ഫോർമുലയാണ്. അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഡി ഇസഡ് എന്നുള്ള ഫോർമാറ്റ് വേണം, ഒരു ഫ്രാക്ഷൻ തന്നെ ഉണ്ടാവണം. ഇവിടെ അതൊന്നും ഇല്ല. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് വരുന്ന ടോപ്പിക്കിൽ ഒരു ചോദ്യമാണത്. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 7 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പ്രഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പ്രഡിക്റ്റബിൾ ലിസ്റ്റിലും ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രഡിക്റ്റബിൾ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് പെടുത്താം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് 3z dz അലോങ് ദ സർക്കിൾ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് ചോദ്യം. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യം നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ പ്ലസ് 3z dz. ഓക്കെ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നേരത്തെ ഒരു ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ 15ാമത്തെ ക്വസ്റ്റ്യനോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുവാണെങ്കിൽ നേരെ എന്തിലേക്ക് മാറ്റാം, പോളാറിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഇസഡിൻ്റെ ടേംസിൽ വരികയാണെങ്കിൽ പോളാറിലേക്ക് മാറ്റി ഇച്ചിരി എളുപ്പം ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ് മോഡ് ഒരു സർക്കുലർ റീജൻ ഒക്കെയാണ് തന്നേക്കുന്നത്, ഒരു കോംപ്ലക്സ് നമ്പർ ഒന്നും അല്ല ലിമിറ്റ് തന്നേക്കുന്നത്. കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നേരിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് കോംപ്ലക്സ് നമ്പർ ലിമിറ്റ് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും അല്ല തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, പോളാറിലേക്ക് മാറ്റിയാൽ കുറച്ചുകൂടി എളുപ്പം ചെയ്യാം. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തു അല്ലേ. മോഡ് ഇസഡ് തന്നിട്ടുണ്ട് 2 ആണ്, 2 ഇ റൈസ് ടു ഐ തീറ്റ. അപ്പോൾ ഞാൻ ഇസഡിന് പകരം എന്ത് കൊടുക്കും, 2 ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇനി ഡി ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 2 ഇൻറ്റു നമുക്ക് 6 വെച്ചിട്ടുള്ളത് ചെയ്യാം. 6 ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ തീറ്റ ഡെറിവേറ്റീവ് ഐ വരും, തീറ്റയുടേത് 1 ഡി തീറ്റ എന്ന് വരും അല്ലേ. അപ്പം 6ന് പകരം ഞാൻ വീണ്ടും 2 കൊടുക്കുകയാണേ. കാരണം 6 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ. 6 എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡാ, നമുക്കറിയാം. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. 2 ഇ റൈസ് ടു ഐ തീറ്റ. ഇവിടെ ഐ ഞാൻ 2ൻ്റെ കൂടെ എഴുതുന്നുണ്ട്, ഡി തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി ഇസഡ്. ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമ്മൾ ലിമിറ്റ് ശ്രദ്ധിക്കണം. അവസാനം നമ്മൾ അൾട്ടിമേറ്റ്ലി ഡി തീറ്റ വരുന്നത് അല്ലേ. നമ്മളിത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഇസഡ് സ്ക്വയർ, ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ഇ റൈസ് ടു ഐ തീറ്റ ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, ഇ റൈസ് ടു ഐ തീറ്റയുടെ സ്ക്വയർ ഐ 2 തീറ്റ. ഓക്കെ, ശരിയാണല്ലോ. സ്ക്വയർ എടുക്കുമ്പോൾ എ റൈസ് ടു എം റൈസ് ടു എൻ ഐ തീറ്റ ഇൻറ്റു 2 തീറ്റ വരുന്ന കാര്യം മറന്നു പോകരുത്. പ്ലസ് 3 ഇൻറ്റു ഇസഡിന് പകരം എന്ത് കൊടുക്കും, 2 ഇ റൈസ് ടു ഐ തീറ്റ കൊടുക്കും. ഡി തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കും, ഡി തീറ്റയ്ക്ക് പകരം ഡി ഇസഡിന് പകരം എന്ത് കൊടുക്കും, 2i ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ കൊടുക്കും. ഇനി എനിക്ക് തീറ്റയുടെ ലിമിറ്റാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് അവരൊരു കാര്യം എടുത്തു പറയുന്നത്. 2 മുതൽ 02 വരെയാണ് ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഏകദേശം എവിടെ വരും എന്നുള്ളത് നമ്മളൊന്ന് വരച്ച് നോക്കും. 2 എക്സിന്ന് 2 വൈന്ന് 0. അപ്പോൾ 20 പോയിന്റ് ഇവിടെ വരുന്നത്, 02 എന്നുള്ള പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സർക്കിൾ, അത് സർക്കിളിൻ്റെ എന്താണ് ക്വാർട്ടർ സർക്കിൾ പോർഷൻ, ഈ ഒരു സെമി സർക്കിളിൻ്റെ പകുതി വരുന്ന ഒരു പോർഷനേ നമുക്ക് വരുന്നുള്ളൂ അല്ലേ. ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് നമുക്ക് വരുന്നത്. അത് ഏത് ഡയറക്ഷനിൽ ചെയ്യാനാണ് പറയുന്നത്, ഫ്രം 20 മുതൽ 02 ആണ് അല്ലേ. 20 മുതൽ 02 കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ. 20ൽ നിന്ന് 02ലേക്ക് പോകുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഞാനിപ്പോൾ ആരോ മാർക്ക് വരയ്ക്കുന്നുണ്ട്.
ആ ആരോ മാർക്ക് വരയ്ക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ ആരോ മാർക്കിൻ്റെ ബോട്ടം തുടങ്ങുന്നത് 0 നിന്നാണ്, സർക്കിളായിട്ട് വരുമ്പോൾ അത് അവസാനിക്കുന്ന π/2-ലാണ്. അപ്പോൾ 0 മുതൽ π/2 വരെയുള്ള പോർഷനിലാണ് എനിക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കണം. 0 മുതൽ π/2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണ് ഇനി ഇൻ്റഗ്രേഷൻ ചെയ്തെടുക്കുന്നതിനാണ്. ഇത്രയും നിങ്ങൾ എഴുതി വെക്കുന്നതിനുണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്കാണ്. ഓക്കെ, 3 മാർക്സ്. ഈ പടം ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതിന് 3 മാർക്ക്. ഇനി വരുന്ന 5 മാർക്ക്, ഇനി വരുന്ന 4 മാർക്ക്. 4 മാർക്ക് നിങ്ങൾക്ക് ഈ ഡെറിവേഷനാണ് കിട്ടുന്നുണ്ടാവുക, ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിനാണ് കിട്ടുന്നുണ്ടാവുക. അപ്പം 4 3 7 മാർക്കിൻ്റെ ചോദ്യമായി. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ ചെയ്യുന്നത് നോക്കിയോ, 0 to π/2. ഇനി ഞാൻ 2i ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ 4 ഉണ്ട്, 4ഉം 2ഉം കൂടെ ചേർന്ന് 8i ആവും. ഇനി e⁻i⁻θ ഉള്ളിലേക്ക് വരും. ഓൾറെഡി അവിടെ e⁻i²θ ഉണ്ട്. അപ്പോൾ എന്ത് വരും? a⁻m × a⁻n എന്ന് വരും, a⁻m+n എന്ന് വരും. പവർ കൂട്ടി എഴുതാം. e⁻i²θയും i⁻θയും കൂട്ടിയാൽ i3θ ആവും. ആ കാര്യത്തിൽ സംശയമില്ലെന്ന് വിചാരിക്കുന്നു. പ്ലസ് ഇനി ഓൾറെഡി 23 6 ഉണ്ട്, ഒരു 2ഉം കൂടെ ഇങ്ങോട്ട് വരും അല്ലേ? അപ്പം 6 2 12 വരും. e⁻i⁻θ × e⁻i⁻θ, a⁻m × a⁻n, a⁻m+n, e⁻i⁻θ i⁻θയും കൂടെ കൂട്ടി 2i⁻θ. ഓക്കെ ആണല്ലോ? അത്ര എന്താണ് dθ. ഇനി എന്ത് ചെയ്യുക? 8i × ഇൻ്റഗ്രേറ്റ് ചെയ്യുക, e⁻i3θ തന്നെ വരും. ഇനി അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ ഹരിക്കണം. തീറ്റ ഡെറിവേറ്റീവ് 1 ആവും, ബാക്കി 3i കൊണ്ട് നമ്മൾ ഹരിക്കണം. പ്ലസ് ഇവിടെ 12 ഉണ്ട്, e⁻2i⁻θ അതേപോലെ തന്നെ വരും. അകത്ത് കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് 2i⁻θ, തീറ്റ ഡെറിവേറ്റീവ് 1 ആവും. അപ്പോൾ ബാക്കി നിൽക്കുന്ന 2i കൊണ്ട് നമ്മൾ ഹരിക്കണം. ശരിയാണല്ലോ? ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ π/2 വരെയാണ് നമ്മുടെ ലിമിറ്റ് വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാൻസലായി പോകാനുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ i ഉള്ളിലേക്ക് വരുന്നുണ്ടേ, 12i ഉണ്ട് കേട്ടോ അവിടെ. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്തെങ്കിലും ക്യാൻസലായി പോകാനുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് ഒരു iയും ക്യാൻസൽ ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു iയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി ബാക്കി നിൽക്കുന്നതൊക്കെ നോക്കിയാണെ, ഒരു 8/3 ഉണ്ട്, 8/3 ഉണ്ട്, e⁻i3θ ഉണ്ട്, പ്ലസ് ഒരു 12/2 ഉണ്ട്. 12/2 എന്നുള്ളത് ഞാൻ 6 ആക്കിക്കോട്ടെ, സംശയമില്ലല്ലോ. 12/2 ഞാൻ 6 ആക്കുന്നുണ്ട്. ഇവിടെ വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കാണിക്കാം. 12ഉം 2ഉം കട്ട് ചെയ്ത് ഞാൻ എന്താക്കുന്നുണ്ട്? 6 ആക്കുന്നുണ്ട്. ഓക്കെ ആണോ? ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ എന്താ വരുന്നത്? 6 × e⁻2i⁻θ എന്ന് വരും. ഓവർ ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാ? 0 മുതൽ π/2 വരെ. ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചോണേ. 8/3 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ തീറ്റയുടെ പ്ലേസിലോട്ട് π/2 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? e⁻3i ഉണ്ട്, അല്ല i നമുക്ക് ആദ്യം എഴുതാം, i × 3π/2 എന്ന് വരും. ശരിയല്ലേ? e⁻i × 3π/2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ആ കാര്യത്തിൽ സംശയമുണ്ടോ? തീറ്റയുടെ പ്ലേസിലോട്ട് π/2, അപ്പോൾ 3π/2 ആയി. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്താണേ. +6 പറഞ്ഞേ, ഈ തീറ്റയുടെ പ്ലേസിലോട്ട് π/2 വരും. അപ്പോൾ 2ഉം 2ഉം വെട്ടി π മാത്രമാവും. ശരിയാണല്ലോ? അപ്പം πi എന്ന് മാത്രം വരും. ഓക്കെ അല്ലേ? ആ കാര്യത്തിൽ സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഇടം നോക്കിക്കേ, ഈ കാണുന്ന തീറ്റയുടെ പ്ലേസിലോട്ട് ലേസർ പോയിന്റർ വെച്ച് കാണിച്ചു തരാമേ. ഈ കാണുന്ന തീറ്റയുടെ പ്ലേസിലോട്ട് π/2 വരും. അപ്പോൾ ആ 2ഉം 2ഉം വെട്ടി i മാത്രമാവും, പിന്നെ ഒരു പൈയും ഉണ്ടാവും. ഓക്കെ അല്ലേ? അതാണ് അപ്പർ ലിമിറ്റ് കൊടുത്തത്. ഇനി എന്ത് ചെയ്യുക? മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. 6 × e⁻πi ആണ് കേട്ടോ. 6 × e⁻πi. എഴുന്നൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. 6 × e⁻πi എന്ന് വരും. അപ്പോൾ അപ്പർ ലിമിറ്റ് പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? മൈനസ് ലോവർ ലിമിറ്റ് നോക്കാം. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കൊടുക്കണ്ടേ? തീറ്റയുടെ പ്ലേസിലോട്ട് 0 കൊടുക്കുക. അപ്പോൾ e⁻0 വരും, 1 ആവും. ഇവിടെ e⁻0 1 ആവും. ബാക്കി നിൽക്കുന്ന 8/3 + 6 ബാക്കി ഉണ്ടാവും. ഓക്കെ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 8/3 + 6 ബാക്കി ഉണ്ടാവും. ഇനി ഇത് നോക്കാം. e⁻i3π/2 ഓയിലേഴ്സ് ഇക്വേഷൻ. e⁻i⁻θ എന്ന് പറഞ്ഞാൽ cos θ + i sin θ. ഓക്കെ, cos 3π/2. 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രീസ് ആണ് അല്ലേ? π/2 എന്ന് പറഞ്ഞാൽ 90, 3 × 90 270,
cos 270, cos 90, cos 01, cos 90 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് വരുമ്പോൾ 0. cos 90 എന്ന് പറയുന്നത് 0, യെസ് 0. താഴോട്ട് വരുമ്പോൾ 0. അപ്പോൾ ഇത് 0 ആയി. നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്കിങ്ങനെ പെട്ടെന്ന് മെൻ്റലി ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ക്വാഡ്രൻ്റ് അനാലിസിസ് മനസ്സിലുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇത് പലരുടെയും മനസ്സിൽ ക്വാഡ്രൻ്റ് അനാലിസിസ് ഉണ്ടാവും, അവർക്കെല്ലാം ഇത് മെൻ്റലി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ അടിക്കുക. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും 3π/2 ഒക്കെ എടുക്കാനായിട്ട്. അത് നേരെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ഓക്കെ, മോഡും ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ കേട്ടോ, റേഡിയൻസിലൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രീസിലാണെങ്കിൽ പൈക്ക് വരെ 180 കൊടുത്തിട്ട് വേണം നിങ്ങൾ അടിക്കാൻ. ഓക്കെ, അപ്പം കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവർ മോഡൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. സൈൻ 3π/2 വരുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് സൈൻ 91, തിരിഞ്ഞ് വരുമ്പോൾ -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് -1 ആണ് കിട്ടുക. അപ്പോൾ i × -1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി -i ആണ് ഇതിൻ്റെ ആൻസർ വരും. അപ്പോൾ ഞാൻ നോക്കിക്കേ, 8/3 × ഇതിൻ്റെ ആൻസർ എനിക്ക് ചെയ്യുമ്പോൾ -i വരും. അത് ഞാൻ കൊടുത്തു. പ്ലസ് 6 × e⁻πi. അവിടെയും ഓയിലേഴ്സ് ഇക്വേഷൻ e⁻iθ, e⁻iπ എന്ന് പറഞ്ഞാൽ cos π പ്ലസ് i sin π. ഓക്കെ, സൈൻ nπ എന്ന് പറഞ്ഞാൽ 0 ആണ് ജനറലി. അപ്പോൾ ഈ സാധനം 0 ആയിപ്പോയി. cos π എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 ആണ് വരുന്നത്. അപ്പോൾ ഇൻറ്റു -1 വരും. കാൽക്കുലേറ്റർ ചെയ്താലും കിട്ടും കേട്ടോ. -8/3 പ്ലസ് എന്തുണ്ട്, 6 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, അപ്പോൾ എന്താണ് വരിക, -8i/3 പ്ലസ് 6 × -1 -6, മൈനസ് ഉള്ളിലേക്ക് പോയാൽ -8/3 മൈനസ് ഓഫ് പ്ലസ് -6. ഓക്കെ, സോ -6 -12 കൂടെ ഒരു -8/3 ഉണ്ട്, പിന്നെ ഒരു -8i/3 ഉണ്ട്. ഇത് ക്രോസ് ചെയ്യുക. 2×3 = 1 3 3 -8/3 -8i/3. സോ 8 6 14, അപ്പോൾ 44 വരും. -44/3 -8i/3 ആണ് നിങ്ങളുടെ ആൻസർ കീയിൽ വരുന്ന ആൻസർ കേട്ടോ. അപ്പോൾ ഇവിടം വരെ എഴുതിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കൈ കിട്ടത്തുള്ളൂ. അപ്പോൾ -44/3 -8i/3 ആണ് നമ്മുടെ സൊല്യൂഷൻ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഇതൊരു അത്യാവശ്യം നല്ലൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളതൊക്കെ ചെയ്ത് കുറച്ച് പേരെങ്കിലും ഒന്ന് ടയേർഡായി കാണും. അത്യാവശ്യം നല്ലതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ ഒരു അവസരം ഞാൻ തരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമ്മുടെ 18ാമത്തെ ചോദ്യം കൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്ലൈഡിലുണ്ട്, എങ്കിൽ പോലും ഞാൻ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തനിയൊന്ന് എഴുതി നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് തനി എഴുതി നോക്കുക. ഈ അവസാനത്തെ ഉത്തരം കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ എപ്പോഴാണോ ഈ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനിവൺ, ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് ശ്രദ്ധിച്ച് തനിയെ A to Z ഈ ക്വസ്റ്റ്യൻ എഴുതി 7 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അത് എഴുതി സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.